ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വേറെ ലെവല് ഒരു രക്ഷയില്ലാത്ത അടിപൊളി ട്വിസ്റ്റും ത്രില്ലും ഇൻവെസ്റ്റിഗേഷനും അതുപോലെ കോമഡിയും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ കഥയാണ് കാണാൻ പോകുന്നത്. ഈ കഥയുടെ പേര് ബ്ലാക്ക് മെയിൽ. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, ഇതുപോലൊരു അടിപൊളി കഥ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവാനോ അല്ലെങ്കിൽ ഇനി കാണാനോ ചാൻസ് കുറവാ. അതായത് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ദേവ് തന്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്നാൽ ദേവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി സർപ്രൈസ് ദേവിന് ഭാര്യ കൊടുക്കുകയാണ്. അതിനുശേഷം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഊഹിക്കാത്ത പല കാര്യങ്ങളാണ് നമ്മുടെ നായകൻ ചെയ്തു കൂട്ടുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു ഹസ്ബൻഡും ഇങ്ങനെ ചെയ്യുന്നു. എന്നാൽ കഥയുടെ അവസാനമാകുമ്പോൾ നമ്മുടെ മനസ്സെന്നറിയുന്ന ക്ലൈമാക്സോട് കൂടിയാണ് ഈ കഥ അവസാനിക്കുക. ഇനിയും അധികം കഥയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. അപ്പോൾ ഇതിലും അടിപൊളി വേറെ ലെവൽ കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ദേവില്ലേ, ജോലി കഴിഞ്ഞ് കൂടെയുള്ള എല്ലാ എംപ്ലോയീസ് വീട്ടിൽ പോയിട്ടും നമ്മുടെ ഹീറോ പോവാതിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിലെ ലൈറ്റൊക്കെ ഓഫാക്കാൻ വന്ന സെക്യൂരിറ്റി നമ്മുടെ ഹീറോയെ കണ്ടിട്ട്, അല്ല സാറേ കല്യാണം കഴിഞ്ഞതല്ലേ, എന്നിട്ടെന്താ വീട്ടിൽ പോകാതിരിക്കുന്നത്? അപ്പൊ ദേവ്, കല്യാണം കഴിച്ച ആൾക്കാർക്ക് കല്യാണം കഴിച്ചതും അതുവരെയുള്ള പ്രശ്നവും എല്ലാം തലയിൽ വെക്കണം. നീയും ഒരു കല്യാണം കഴിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. അങ്ങനെ രാത്രി വല്ലാതെ ലൈറ്റായിട്ട് ഒരു 9-9:30 ആയിട്ടുണ്ട്. ഗെയിമിലാണെങ്കിൽ തോറ്റ് അവസാനം ഇനിയിപ്പോ വീട്ടിൽ പോവാം. അങ്ങനെ പോകുന്ന കരുതുമ്പോ ആ ഒരു ഓഫീസിലെ ക്യാബില് ഏതെങ്കിലും വർക്കേഴ്സ് ഏതെങ്കിലും പെൺകുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് നോക്കുകയാണ്. ആ ഫോട്ടോ എടുത്ത് ബാത്റൂം പോയിട്ട് ഒരു പാട്ടുപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി വെക്കുമ്പോൾ ഓൾറെഡി തന്റെ ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡൊക്കെ ചൂടാക്കാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ പൊടികളൊക്കെ ഡബ്ബയിലിട്ട് വെക്കില്ലേ, അതിൽ ഒരു മുളക് പൊടി ഡബ്ബ മാറ്റാണ്. ആ മുളക് പൊടി വെച്ചതിന്റെ പിന്നിലായിട്ട് അലമാരയിൽ ഒരു ചെറിയ ക്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ തന്റെ ബെഡ്റൂമിൽ തന്റെ ഭാര്യ ഉറങ്ങുന്ന ആ ഒരു കാഴ്ചയും കണ്ട് ഭാര്യയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുളക് പൊടി എടുത്തെടുത്തന്നെ തിരിച്ചും വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് തന്റെ ഭാര്യയുടെ അരികിൽ വന്ന് കിടക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, അല്ല ടിവിക്ക് റീചാർജ് ചെയ്തോ? ഞാൻ മറന്നുപോയി, ഇന്ന് ചെയ്തോളാം. അങ്ങനെ അവിടെ നിന്ന് പോവാണ്. ഇതിൽ നിന്ന് ദേവിന്റെയും ഭാര്യ റീനയുടെ ഇടയിൽ എന്തോ ഒരു സൗന്ദര്യം പണക്കുണ്ടെന്നും കല്യാണം കഴിഞ്ഞതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ മുന്നോട്ട് പോകണം തോന്നുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ ദേവ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ടിഷ്യൂ പേപ്പർ കമ്പനിയാണ്. അപ്പോഴാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് അങ്ങേരുടെ ക്യാബിൽ ഒട്ടിച്ച തന്റെ ഭാര്യയുടെ ഫോട്ടോ കാണില്ലെന്ന് പറഞ്ഞിട്ട് ആരുടെ അടുത്തെന്ന് ചോദിച്ചു വരുന്നത്. ആ ഫോട്ടോ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോ എടുത്തിട്ട് പോയത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബോസില്ലേ ഒരു പെൺകുട്ടി കൂട്ടിട്ട് വരുന്നത്. ഇവളുടെ പേര് പ്രഭ എന്നാണ്. ഇവള് നമ്മുടെ കമ്പനിയിലെ ന്യൂ ജോയിനാണ്. അങ്ങനെ ബോസ് തന്റെ കമ്പനിയെ കുറിച്ചും ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് സെയിൽ കൂട്ടുന്നതിനെ കുറിച്ചും, നമ്മളിപ്പോ ഉള്ളത് മുംബൈ സിറ്റിയിലല്ലേ, ഇവിടെ വെള്ളത്തിന് നല്ല ക്ഷാമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. നമ്മുടെ കമ്പനിയുടെ ടിഷ്യൂ പേപ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്, വളരെ സോഫ്റ്റ് ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും ഈ ഒരു ടിഷ്യൂ പേപ്പേഴ്സ് ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാന് ബോസ് പറയാണ്. അങ്ങനെ എല്ലാരും കൂടി ബാത്റൂമിന്റെ ഭാഗത്ത് വരി നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ഇന്നലെ ഒരു കൊളീഗിന്റെ ഭാര്യയുടെ ഫോട്ടോ നമ്മുടെ ഹീറോ എടുത്തു പോയിട്ടായിരുന്നില്ലേ, അതങ്ങേർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ആ ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അയാളുടെ ഭാര്യയുടെ ഫോട്ടോ വീണ്ടും കാണാനില്ല. അപ്പോൾ ഉറപ്പല്ലേ ദേവ് തന്നെയായിരിക്കും ആ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയത്. പകൽ സമയത്തും ഹീറോ അടങ്ങൂലാൻ തോന്നുന്നുണ്ട്. അടുത്ത സീല് നമ്മുടെ ദേവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവർ രണ്ടുപേരും കമ്പനിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു പെൺകുട്ടിയില്ലേ പ്രഭ, അവളെ കുറിച്ച് പറയാണ്. അപ്പൊ ഫ്രണ്ട് അവളെ കണ്ടാലറിയാം അവളൊരു വെറുച്ചാൻ തോന്നുന്നുണ്ട്. അവളുടെ പെരുമാറ്റവും നടത്തുമൊക്കെ അതാ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവളെ വളച്ച് ഞാൻ കല്യാണം കഴിച്ചിരിക്കും. എന്നാലും ദേവ് അവൻ പറയുന്നതിനൊന്നും ചെവി കൊടുക്കുന്നേയില്ല. അപ്പൊ ഫ്രണ്ട്, അല്ലാളിയ ഞാൻ പറയുന്നതിന് നീ എന്തൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളായിട്ടും എന്താ സംസാരവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ? എവിടെ? അവള് ശരിക്കൊന്ന് സംസാരിക്കാറ് പോലുമില്ല. വൈഫ് എന്ന് പറഞ്ഞാല് അങ്ങനെയൊക്കെ തന്നെയാ. അപ്പോ നമ്മുടെ ഭാര്യയല്ലേ, അപ്പോൾ ക്ഷമിക്കുക, ചിലതൊന്നും കണ്ടില്ല എന്ന് വെക്കുക. ഇടക്കിടക്ക് അവർക്ക് നല്ല സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്യുക. നിന്റെ വൈഫിന് എപ്പോഴെങ്കിലും നീ പൂവ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയായിട്ടില്ല. ആഹാ, അടിപൊളി. എന്നൊരു കാര്യം ചെയ്യ്, ഇന്നുമ്പോ വീട്ടിലേക്ക് പോകുമ്പോ നല്ല വെറൈറ്റി പൂ വാങ്ങിട്ട് പോ. അങ്ങനെ അവരെ സർപ്രൈസ് ചെയ്യുമ്പോൾ അവരെന്തായാലും ഹാപ്പി ആവും. നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും. അങ്ങനെ അന്ന് കമ്പനിയിലെ വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ വല്ലാതെ ലേറ്റ് ആയിട്ടില്ല. അതിനു മുൻപ് ഫ്രണ്ട് പറഞ്ഞു ഓർത്തിട്ട് എന്തായാലും ഇന്ന് നേരത്തെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോ. അപ്പോൾ സെക്യൂരിറ്റിയോട് ഇവിടെ അടുത്തോടെ പൂവ് കിട്ടുക. എന്നാലും സെക്യൂരിറ്റി, അതിന് സാറേ ഇപ്പോ പൂക്കടയൊക്കെ അടച്ചിട്ടുണ്ടാവും, 7:30 മണി കഴിഞ്ഞില്ലേ? ആ ഇപ്പോഴാ ഓർത്തെ, ഇന്ന് ബുധനാഴ്ചയല്ലേ, അപ്പൊ ഇനി കട ഏതെങ്കിലും അടച്ചിട്ടില്ലെങ്കിലും കിട്ടാൻ സാധ്യതയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഭാഗ്യം
കല്യാണം കിട്ടും സാറേ. എന്നാലും ദേവ് എവിടെയൊക്കെ തേടി നോക്കിയിട്ടും പൂവ് കിട്ടിയില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഗ്രേവ് യാർഡ് കാണുന്നത്. ഇനിയിപ്പോ ഇവിടെ ഏതെങ്കിലും കല്ലറയുടെ മേലെ ഉണ്ടെങ്കിലോ അങ്ങനെ മതിലേക്ക് ചാടിയിട്ട് അവിടുന്ന് ഒരു കല്ലറയുടെ മേലെ വെച്ച ഫ്ലവർ ബൊക്കെ എടുത്തിട്ട് പോവാണ്. കണ്ണ് ചോരില്ലാത്തവൻ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നില്ല നല്ല കൊടുക്കാത്തയായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ട് സാധാരണ പോലെ തന്നെ ഫുഡൊക്കെ ചൂടാക്കാൻ കിച്ചണിലേക്ക് വരികയാണ്. അങ്ങനെ മുളക് പൊടി പാട്ടി മാറ്റിയിട്ട് ആ ഒരു ക്രാക്കിലൂടെ തന്റെ ഭാര്യ ഉറങ്ങിയോ എന്താ സിറ്റുവേഷൻ നോക്കിയിട്ട് പതിയെ പോയിട്ട് സർപ്രൈസ് ചെയ്യുന്ന കരുതാണ്. നോക്കുമ്പോ ഭാഗ്യത്തിന് ഭാര്യ ഉറങ്ങിയിട്ടില്ല. അപ്പോ പെട്ടെന്നാണ് ഭാര്യ റെയ്നയുടെ തൊട്ടരികില് വേറെ ഒരുത്തനെ കാണുന്നേ. നമ്മുടെ ദേവിന്റെ നെഞ്ചൊക്കെ തകർന്നു പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും നിനക്ക് വേറൊരുത്തന്നെ റൊമാൻസോ? നീ ഇത്രയും നാളായിട്ട് എന്നെ അവോയ്ഡ് ചെയ്തത് ഇതിനായിരുന്നല്ലേ? എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് പോകുമ്പോ ആ ഒരു പയ്യനില്ലേ, അവന്റെ ശരീരത്തിൽ ഡ്രസ്സൊന്നുമില്ല, ഒരു തുണിയെടുത്ത് ഒരു സൈഡിലേക്ക് മാറി വെക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് പൊക്കെടുത്ത് തന്റെ ഭാര്യയുടെ തലയടിച്ച് പൊട്ടിച്ച് അവളെ കൊന്നുകളയാണ്. എന്നാൽ പെട്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ അത് ദേവ് മനസ്സിൽ കരുതതാണ്. ഇങ്ങനെ ചെയ്താലോ? അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഈ ഒരു ഐഡിയ ശരിയല്ല. അങ്ങനെ കിച്ചണിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് നേരെ റൂമിനുള്ളിലേക്ക് പോയിട്ട് ഭാര്യയുടെ കാമുകനെ കുത്തി കൊല്ലുകയാണ്. അതില് അവൾ അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ അതും നമ്മുടെ ദേവില്ലേ മനസ്സിൽ ചിന്തിച്ചു നോക്കിയതാണ്. എന്നാൽ ഇങ്ങനെ ചെയ്താൽ എന്തായാലും ഞാൻ തന്നെ ജയിലിൽ പോകേണ്ടി വരിക. അങ്ങനെ മനസ്സിൽ ഒന്നും ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഉള്ളു തകർന്ന് പുറത്തേക്ക് വരികയാണ്. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ചിന്തയൊന്ന് മറക്കാനായിട്ട് വേഗത്തിൽ അവിടെ നടക്കാണ്, പതിയെ ഓടുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഒരു സ്ഥലത്തിരുന്ന് അല്ല എന്തെങ്കിലും ചെയ്യണല്ലോ, അങ്ങനെ എന്തോ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കാമുകനില്ലേ, ഇവന്റെ പേര് രഞ്ജിത്ത് എന്നാണ്, അവന്റെ കാറിൽ തിരിച്ചു പോവാണ്. ആ കാഴ്ച കണ്ട് നമ്മുടെ ദേവ് അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോ രഞ്ജിത്തില്ലേ നേരൊരു വലിയ ബംഗ്ലാവ് പോലത്തെ വീട്ടിലേക്കാണ് കയറി പോകുന്നത്. അപ്പോ രഞ്ജിത്തിനെ കണ്ടപ്പോ അവന്റെ ഭാര്യ ഡോളിയില്ലേ, അവള് ടോണി കമോൺ അങ്ങനെ ഒരു ഡോഗിനെയൊക്കെ വിളിക്കുമ്പോ അവന് ദേഷ്യം വന്നിട്ട് അല്ല നീ എന്താ എന്നെ ഒരു നായായിട്ടാണ് കാണുന്നേ, നീ എന്താ ആളെ കളിയാക്കുക? അങ്ങനെ വല്ലാതെ കലിപ്പായപ്പോ ഞാൻ കളിയാക്കിയതൊന്നല്ല, സത്യം തന്നെയല്ലേ, നീ എൻ്റെ ഒരു നായ തന്നെയല്ലേ. എന്നാൽ അവൻ മറുത്തൊന്നും പറയുന്നില്ല. അല്ല ഈ രാത്രി സമയത്ത് നിങ്ങളിത് എവിടെ പോയിട്ട് വരിക? എന്നാൽ അവൻ എന്താ പറയണമെന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തതാ, അപ്പൊ അതിന് പോയിട്ട് വരിക. അതേ സമയത്ത് രഞ്ജിത്തിന്റെ കാറ് ഫോളോ ചെയ്തിട്ട് ദേവ് നേരെ ആ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിക്ക് പൈസ കൊടുത്തിട്ട് ഈ വീട് ആരതാണ്, ഇവിടെ ആരാ താമസിക്കുന്നത്, കുറച്ച് പൈസ കൊടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് സാറേ ഇത് ബിസിനസ്സുകാരൻ മൽഹോത്രയുടെ മകള് ഡോളിയുടെയും ഹസ്ബൻഡ് രഞ്ജിത്തിന്റെ വീടാ. ഈ ഒരു വീട് മൽഹോത്ര സാറ് അവരുടെ മകള് ഡോളിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ ദേവ് മനസ്സ് തകർന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് ആദ്യം തന്നെ ആ ഒരു കിച്ചണിലുണ്ടായിട്ടുള്ള ആ ഒരു ഹോളില്ലേ അത് ടേപ്പ് വെച്ച് അടയ്ക്കുകയാണ്. അങ്ങനെ നേരെ തന്റെ ഭാര്യ റെയ്നയുടെ അരികിൽ പോയി കടന്നിട്ട് മെല്ലെ അവൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ശരിക്കും നോക്കുകയാണ്. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോ പതിയെ അവളുടെ ഫോൺ എടുത്ത് അവളുടെ ബോയ് ഫ്രണ്ട് രഞ്ജിത്തിന്റെ നമ്പർ നോട്ട് ചെയ്ത് നോക്കിയാണ്. അങ്ങനെ അടുത്ത ദിവസം ദേവ് ഫ്രഷ് ആയിട്ട് തന്റെ കമ്പനിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഭാര്യ നിങ്ങൾ ആ ഒരു ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നോ? എന്നാൽ മറുത്തൊന്നും പറയാതെയാണ് നേരെ ഓഫീസിലേക്ക് വരുന്നത്. അങ്ങനെ വല്ലാതെ സങ്കടവും ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഫ്രണ്ട് ഒന്ന് ചോദിക്കുന്നുണ്ട് അളിയ കഴിഞ്ഞ ദിവസം കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ, ഞാൻ പറഞ്ഞ പോലെ വൈഫ് അവള് സർപ്രൈസ് ആയില്ലേ? എന്നാലും ദേവാണെങ്കിൽ നല്ല കട്ട കാലിപ്പലല്ലേ, മറുത്തൊന്നും പറയുന്നില്ല. എന്താടാ ഞാൻ പറഞ്ഞ പോലെ നീ ഫ്ലവേഴ്സ് വാങ്ങിട്ട് പോയില്ല? ഫ്ലവേഴ്സും കൊണ്ടൊക്കെയാ പോയത്, പക്ഷെ അവിടെ നടന്ന കാര്യം വേറെയാ. അത് ഞാൻ പിന്നെ പറയാം, എന്നെ ബോസ് വിളിക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്താ ബോസ് വിളിപ്പിച്ചേ? അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ വർഷം നിനക്ക് ഇൻക്രിമെന്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ, എന്നാൽ ഇപ്പോ കമ്പനിയുടെ സിറ്റുവേഷൻ കുറച്ചധികം മോശമാണ്, അതുകൊണ്ട് ഇൻക്രിമെന്റ് അത് തരാൻ പറ്റില്ല. അപ്പൊ ദേവ് ബോസേ ഇപ്പത്തെ എന്റെ സിറ്റുവേഷൻ തന്നെ കുറേയധികം കടത്തില്ല, വേറെയും കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ ഇൻക്രിമെന്റ് അത് പ്രതീക്ഷിച്ചിട്ടാ, അതും കൂടി കിട്ടില്ല എന്ന് പറഞ്ഞാല് ഞാൻ വല്ലാതെ കുടുങ്ങിപ്പോവും. അതിന് എനിക്ക് എന്താ ദയവ് ചെയ്യാൻ പറ്റുക? കമ്പനിയുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് പറ്റുകയാണെങ്കിൽ കമ്പനിയിലെ സെയിൽസ് കൂട്ടാനുള്ള വല്ല വഴി നോക്ക്, അതിനല്ലേ നിന്നെ സെയിൽസ് ഹെഡായിട്ട് നിയമിച്ചിട്ടുള്ളത്. അങ്ങനെ ടിഷ്യൂ പേപ്പറിനെ കുറിച്ചും അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ ബോസ് വാതാവരാതെ സംസാരിക്കുമ്പോൾ നമ്മുടെ ദേവിന്റെ ശ്രദ്ധ അവിടെ ടേബിളിൽ വെച്ച ബോസിന്റെ ഭാര്യയുടെ ഫോട്ടോയിലാണ്. ബോസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും സെയിൽസ് നീ കൂട്ടുകയാണെങ്കിൽ ഞാനും ഇൻക്രിമെന്റിന്റെ കാര്യം പരിഗണിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ തന്റെ ഡെസ്കിൽ നിന്നിരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നുണ്ട്. നോക്കുമ്പോൾ EMIയുടെ ക്രെഡിറ്റ് അടച്ചിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ അത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോം ചെയ്യാനാണ് കോൾ വന്നിട്ടുള്ളത്. എന്നാൽ കയ്യിലാണെങ്കിൽ പൈസയുമില്ല. പ്രതീക്ഷിച്ച ഇൻക്രിമെന്റ് ഈ അടുത്ത് കിട്ടുന്ന കരുതിയതാ, എന്നാൽ അതും കിട്ടും തോന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ ഒരു ഐഡിയ തോന്നുകയാണ്. അതായത് തന്റെ ഭാര്യ റെയ്നയുടെ ലവർ രഞ്ജിത്തില്ലേ, അവനാണെങ്കിൽ വലിയ പണക്കാരനല്ലേ, ഈ ഒരു സിറ്റുവേഷനിൽ വേറെ വഴിയില്ല, അവനെ ബ്ലാക്ക് മെയിൽ തന്നെ. അങ്ങനെ നേരെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോയിട്ട് ചെറിയൊരു സ്വിച്ച് ഫോൺ വാങ്ങി അവിടെ നിന്ന് തിരിച്ചു നോക്കുമ്പോൾ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് അവിടെ, ഈ യൂസ് മീ എന്നൊക്കെ എഴുതിയിട്ടുള്ള. അത് കണ്ടപ്പോൾ ആഹാ നിന്നെ ഞാൻ യൂസ് ചെയ്തോളാടാ. അങ്ങനെ ആ ഒരു ഡസ്റ്റ്ബിനും തന്റെ കാറിൽ എടുത്തു വെച്ചിട്ട് നേരെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അടുത്ത സീനില് വീണ്ടും റെയ്നയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് രഞ്ജിത്ത് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇവന്റെ പരിപാടി താൻ തോന്നുന്നുണ്ട്, ചിലപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് അവളോട് നിനക്ക് ഈ ദേവിനല്ലാതെ വേറെ ആരും കിട്ടിയില്ല, അതും ഒരു ടിഷ്യൂ പേപ്പർ കമ്പനിയിലെ സെയിൽസ്മാന്. രഞ്ജിത്തിന് ഒരു പണിയില്ല, അപ്പൊ എന്തെങ്കിലും പണിയുള്ള കുറ്റം പറയാം. എന്നാൽ അവള് ഇതിനൊക്കെ നീയാ കാരണം, നമ്മള് പ്രണയിച്ച് ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാൻ കരുതിയതല്ലേ, എന്നാൽ നീ
പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോവാണെന്നല്ലേ ലാസ്റ്റ് എന്നോട് പറഞ്ഞ. പിന്നെ നിന്നെ ഞാൻ എങ്ങനെ കാണുന്നേ? ഒരു സമ്പന്നയായ ഡോളി എന്ന പെൺകുട്ടിയെ അവളെ കല്യാണം കഴിച്ചിട്ട് വീട്ട് മരുമാനായിട്ടല്ലേ നീ നാട്ടിലേക്ക് വരുന്നേ? നിനക്കപ്പോ ഞാനായിരുന്നില്ലല്ലോ വരുത്, പണമായിരുന്നില്ലേ? എന്നാൽ എന്റെ അവസ്ഥയോ മനസ്സ് ഒരുമാതിരി സ്റ്റെക്കായിരുന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നുള്ള ഫോഴ്സിൽ പെട്ടുപോയിട്ട് അവസാനം ദേവിനെ കല്യാണം കഴിക്കേണ്ടി വന്നേ. എന്നിട്ടും നിന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ട് എനിക്ക് ലൈഫിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു നരക ജീവിത ഞാൻ ജീവിക്കുന്നേ. അതിന് ആ ടെൻഷനൊക്കെ പോയില്ലേ, ഇപ്പൊ ഞാൻ വന്നില്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. മോനെ രഞ്ജിത്ത്, നിനക്ക് റീന എന്നൊരു പെൺകുട്ടിയായിട്ട് ഒരു അഫയർ ഇല്ലേ? അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അവളുടെ ഹസ്ബൻഡിനെ ഞാൻ അറിയിക്കാൻ പോവാണ്. അവനാണെങ്കിൽ അത് കണ്ട് ഷോക്കായിട്ട് അവളോട് ആരോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റിലേഷൻ ദേവിനോട് പറയുന്നു. അതുകൊണ്ട് അവളും ഷോക്കാവാണ്. നമ്മുടെ ദേവ് ഓഫീസിൽ ഇരുന്നിട്ടല്ലേ ആ ഒരു മെസ്സേജ് അയക്കുന്നേ. അപ്പൊ രഞ്ജിത്ത് നിനക്ക് എന്താ വേണ്ടെന്ന് റിപ്ലൈ ചോദിക്കുമ്പോൾ ഒരു 10 ലക്ഷം ചോദിക്കാന്നാണ് ആദ്യം കരുതുന്നത്. എന്നാൽ ഈ മാസം ഇപ്പൊ എനിക്ക് എത്ര ആവശ്യം? അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 1 ലക്ഷം രൂപ മതി. തൽക്കാലം ഇപ്പോൾ 1 ലക്ഷം വാങ്ങും, പിന്നെ ആവശ്യം വരുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ചോദിച്ചു വാങ്ങാലോ. അങ്ങനെ 1 ലക്ഷം വേണമെന്ന് അയക്കാണ്. അത് കണ്ടപ്പോൾ അവള് തരിച്ചു പോയിട്ട് 1 ലക്ഷോ? എന്നാലും രഞ്ജിത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോ ഞാൻ പേടിച്ചുപോയി. അവൻ വെറും പൊട്ടനാട്ടാ, 1 ലക്ഷം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ റീന 1 ലക്ഷം ചോദിച്ചിട്ടുള്ളൂ എന്നോ? നിന്റെ അടുത്ത പൈസ ഉണ്ടാ? എന്റെ അടുത്ത് എവിടുന്ന പൈസ? എന്നാലും എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണം. അല്ല നിന്റെ അടുത്തുണ്ടോ? ഓ കയ്യിൽ 10 പൈസ ഇല്ല, എന്നിട്ടല്ലേ 1 ലക്ഷം ചോദിച്ചിട്ടുള്ളൂ എന്നൊക്കെ വലിയ വർത്താനം. പിന്നെ എന്റെ അടുത്ത് എവിടുന്നാടാ പൈസ ഉണ്ടാവുക? എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ? അല്ല നീ കല്യാണം കഴിച്ചിട്ടുള്ളത് വലിയ പൈസക്കാരിയല്ലേ? അവളോട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചോദിച്ച് പൈസ ഉണ്ടാക്ക്. എന്നിട്ട് തൽക്കാലം അവന് കൊടുത്ത് അവന്റെ വായടക്കി. ഈ കാര്യങ്ങാനും പുറത്തു വന്നാല് നിന്റെ ലൈഫും എന്റെ ലൈഫും കോഞ്ഞാട്ടിയാവും. അങ്ങനെ വേഗം തന്നെ അവൻ ഓടി തന്റെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് എന്റെ സ്വത്തല്ലേ, ചക്കരയല്ലേ, അങ്ങനെ വല്ലാതെ കൊഞ്ചി റൊമാൻസ് കാണിക്കുമ്പോ ഡോളി ആണെങ്കിൽ 2 കൊല്ലം മുമ്പ് ഇതുപോലെ ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് അവസാനം എന്താ കാര്യം ചോദിച്ചപ്പോ നിനക്ക് ബെൻസ് കാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വാങ്ങി തരുകയും ചെയ്തു. ഇപ്പോ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോ എന്താ ഇപ്പത്തെ ആവശ്യം? അത് നിനക്കറിയാലോ, എത്ര നാളാ ഞാനിങ്ങനെ വെറുതെ നടക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഒരു ബിസിനസ് ചെയ്യാനുള്ള പ്ലാനിലുണ്ട്. അപ്പോൾ അതിനെനിക്ക് കുറച്ച് പൈസ വേണം. അതൊക്കെ ശരിയാക്കാം. എന്ത് ബിസിനസ് ചെയ്യാൻ പോകുന്നേ? അപ്പൊ അവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോ പറടാ നായ്, എന്ത് ബിസിനസ്സാ? നീ പറഞ്ഞില്ലേ അതുപോലെ നായ ബിസിനസ്സാ. അതായത് ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള വിദേശീയനും നായകളില്ലേ, ആ നായകളെ ഇറക്കുമതി ചെയ്ത് വിൽക്കാനുള്ള പ്ലാനാ. ഐഡിയ കൊള്ളാം. അതിന് എത്ര പൈസ വേണ്ടേ? ഒരു 1 ലക്ഷം മതിയാവും. 1 ലക്ഷം അല്ലേ? ആയിക്കോട്ടെ, ഞാൻ ചിന്തിച്ചിട്ട് പറയാട്ടാ. എന്നിട്ട് അവൾ ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിലെ ദേവിന്റെ ടെൻഷനൊക്കെ ഏകദേശം തീരുന്ന ഒരു പ്രതീക്ഷയില് കമ്പനിയിലെ ബാത്റൂമിലേക്ക് നേരെ പോവാണ്. അപ്പോഴാണ് ഇപ്പോ ബോസിന്റെ ഭാര്യയില്ലേ, അവരുടെ ഫോട്ടോ ആയിട്ടാണ് ബാത്റൂമിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആയപ്പോ ബോസിന് മനസ്സിലായിട്ടുണ്ട് തന്റെ ഭാര്യയുടെ ഫോട്ടോ കാണാനില്ല. ഈ കമ്പനിയിലെ ഏതോ ഒരുത്തൻ തന്നെയാ അത് കൊണ്ടുപോയിട്ടുള്ളത്. ആ ഒരു കാര്യം നമ്മുടെ ദേവിനെ വിളിച്ച് തന്നെ പറയുമ്പോ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ അവൻ ആരായിരിക്കും? എന്ത് സ്വഭാവല്ലേ? അപ്പൊ ബോസ്, ആ സെക്യൂരിറ്റി ഇല്ലേ, അവനല്ലേ രാത്രി മുഴുവൻ ഈ കമ്പനിയിൽ ഉണ്ടാവുക. അപ്പോ അവൻ തന്നെയായിരിക്കും. അവന് വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി എങ്ങനെയെങ്കിലും പിടിച്ചേ മതിയാവും. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് കമ്പനിയുടെ ബിസിനസ് എങ്ങനെയാ ഡെവലപ്പ് ചെയ്യുക അതിനെക്കുറിച്ച് ചിന്തിക്കാം. അല്ലാതെ നീ സെയിൽസ് മാനേജർ അല്ലേ, എങ്ങനെയാ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുക? അത് സാറേ, അതിപ്പോ നമ്മൾ എങ്ങനെയാ ചെയ്യാൻ പറ്റുക? കസ്റ്റമേഴ്സിന് ആവശ്യം വരുമ്പോഴല്ലേ അവര് വന്നിട്ട് ടിഷ്യൂ വാങ്ങിട്ട് പോകുള്ളൂ. ദേവേ അങ്ങനെയല്ല. ഇപ്പോ നമ്മുടെ ടിഷ്യൂ പേപ്പർ എന്തുകൊണ്ടാ സെയിലാവാത്തെ? കാരണം പലർക്കും വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോ വെള്ളം കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞാല് പിന്നെ അവർക്ക് ടിഷ്യൂ പേപ്പർ അല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ദിവസത്തേക്ക് ഈ സിറ്റിയിലെ മുഴുവൻ വാട്ടർ കണക്ഷനും ഒന്ന് ബ്ലോക്ക് ചെയ്യണല്ലോ. അപ്പോൾ ജനങ്ങള് എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ടിഷ്യൂ പേപ്പർ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ അവര് ടിഷ്യൂ പേപ്പർ മാത്രമേ യൂസ് ചെയ്യൂ. എന്നാലേ നമ്മുടെ കമ്പനിയെ ഒന്ന് ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എന്നാല് ദേവ്, അല്ല സാർ, അതിപ്പോ എങ്ങനെയാ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് വാട്ടർ കണക്ഷൻ നമ്മൾ ഇല്ലാതാക്കുക? അല്ല ദേവേ, നിനക്ക് അറിയില്ലേ നമ്മളിപ്പോ ജീവിക്കുന്ന ഇന്ത്യയിലല്ലേ? ഇന്ത്യയില് പൈസ ഉണ്ടെങ്കിലേ എന്ത് കാര്യം നടക്കും. അങ്ങനെ അന്ന് രാത്രി തന്റെ ഫ്രണ്ടുമായിട്ട് ദേവ് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോ അറിയാതെ അവൻ മനസ്സിൽ കുഴിച്ചുമൂടി കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. നിന്നോട് ഞാനൊരു തമാശ പറയട്ടെ. ഒരു ഹസ്ബൻഡ് തന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോ അവിടെ അവൻ കണ്ട കാഴ്ച എന്തെന്നറിയോ? അവന്റെ ഭാര്യയും വേറെ ഏതോ ഒരുത്തനായിട്ട് നല്ല ജീംബുക്ക വാവായിലായിരുന്നു. ഇതുപോലൊരു കാഴ്ച ഒരു ഹസ്ബൻഡ് കണ്ടാല് എന്താ ചെയ്യാ? എന്തു ചെയ്യുന്ന ഉറപ്പായിട്ടും അവനവന്റെ ഭാര്യയും അവളുടെ രഹസ്യ കാമുകനെയും രണ്ടിനെയും തീർത്തിട്ടുണ്ടാവും. എന്നാലും നിനക്ക് തെറ്റി. ഇവിടെ ആ ഒരു ഹസ്ബൻഡിലെ അവൻ കുറച്ചധികം സ്മാർട്ടും ഇന്റലക്ച്വലുമാണ്. അവൻ എന്താ ചെയ്തെന്നറിയോ? അവരൊന്നും ചെയ്തില്ല, മറിച്ച് അവരുടെ റിലേഷൻ പുറത്തറിയിക്കുന്നു പറഞ്ഞിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്നിട്ട് അവന്റെ അടുത്തുനിന്ന് പൈസ കറക്കുകയാണ്. എന്നാൽ ഫ്രണ്ടിന് സംഭവം കത്തിയിട്ടില്ല. അല്ല, ഹസ്ബൻഡ് എന്തിനാടാ പൈസ വാങ്ങുന്നേ? അങ്ങനെ അവൻ ചിന്തിച്ചു നോക്കിയിട്ട്, അല്ല ഇനിയിപ്പോ ഇത് ഇവന്റെ കഥ തന്നെ പറയുന്നതായിരിക്കോ? അളിയാ ദേവേ, ഇത് നിന്റെ ലൈഫിൽ സംഭവിച്ചാണോ? അന്ന് വീട്ടിലേക്ക് ഫ്ലവേഴ്സ് വാങ്ങിട്ട് പോവാൻ ഞാൻ പറഞ്ഞില്ലേ? അപ്പോ അതുപോലെ പൂവ് വാങ്ങിട്ട് പോയപ്പോ വീട്ടില് നിന്റെ ഭാര്യയുടെ കൂടെ വേറെ ആരെങ്കിലും നീ കണ്ടിരുന്നോ? അപ്പോ നീ തന്നെയാണോ അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത്
പൈസ വാങ്ങാൻ പോന്നേ? അപ്പൊ ദേവും അതേടാ ഞാൻ തന്നെയാ. നിനക്കെന്താ പ്രാന്തായോ? 2 എടുത്ത് പഞ്ഞിക്കിടുന്നതിന് പകരം ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊക്കെ പറയുന്നത് എന്തെന്നാടിത്? ഞാനേ ഇങ്ങനെയാണ് അവരോട് പ്രതികാരം കിട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ദേവേ അളിയാ, നിന്റെ പോക്ക് കണ്ടിട്ട് നീ പതിയെ ഒരു സീരിയൽ കില്ലർ ആയി മാറുമെന്ന് എനിക്ക് പേടിയുണ്ട് കേട്ടാ. അതിനൊന്നും ഒരു സാധ്യതയില്ല. ഞാൻ ജീനിയസാ. നീ കണ്ടോ എങ്ങനെയാ ഞാൻ എന്റെ പ്രതികാരം വീട്ടാൻ പോകുന്നത്? അങ്ങനെ ഓൾറെഡി യൂസ് മീ എന്ന ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഹീറോ കൊണ്ടുവരുന്നില്ലേ, അതൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ രഞ്ജിത്തിന് മെസ്സേജ് അയക്കാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടോ. അങ്ങനെ അവനും ആ ഒരു പൈസ അതിലിട്ടിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ അവൻ പോയി ഉറപ്പായപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഡസ്റ്റ്ബിൻ എടുത്ത് ഓടി പോവാണ്. കുറെ ദൂരെ പോയിട്ട് അതിൽ പൈസ ഇട്ട് നോക്കുമ്പോൾ പ്രതീക്ഷ പോലെ അതിൽ പൈസ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാ പൈസ കൊടുക്കാനുള്ളത്? വീട്ടിന്റെ EMI, വണ്ടിയുടെ EMI, ക്രെഡിറ്റ് കാർഡ് ബില്ല്, അങ്ങനെ എല്ലാം അടക്കിയാണ്. അങ്ങനെ സമാധാനായി ഈ മാസത്തിലെ എല്ലാ എക്സ്പെൻസും അടഞ്ഞു വീടിയിട്ടുണ്ട്. അതേസമയത്ത് അടുത്ത സീല് നമ്മൾ കാണുന്നത് ഡോളിയുടെ ഹൗസാണ്. രഞ്ജിത്ത് പൈസ കൊണ്ടു കൊടുത്തിട്ട് വന്നപ്പോഴേക്കും അവിടെ അമ്മായിയപ്പൻ ശർമ്മയും വൈഫും വന്നിട്ടുണ്ട്. ശർമ്മയാണെങ്കിൽ അല്ല മരുമോനെ, താനെന്തോ പുതിയ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു കേട്ടു. എന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചല്ലോ. നല്ലതാ മോനെ. എന്നാലും രഞ്ജിത്തിനാണെങ്കിൽ ഇതുവരെ ഈ മനുഷ്യൻ ഇതുപോലെ എന്നെ പൊക്കി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ മോളെ നീ ഉള്ളിൽ പോയിട്ട് കുറച്ച് കോഫി എടുത്തിട്ടോ. അവര് പോയി കഴിഞ്ഞപ്പോ നമ്മുടെ ശർമ്മയില്ലേ രഞ്ജിത്തിന്റെ കേന്ദ്രം പിടിച്ച് നിൽക്കിയിട്ട്, നീ എന്താടാ കരുതിയെ? എന്റെ മോള് ചിലപ്പോ നീ പറഞ്ഞാൽ വിശ്വസിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ അങ്ങനെയല്ല. മര്യാദക്ക് ആ കൊണ്ടുപോയ പൈസയില്ല 1 ലക്ഷം, അത് തിരിച്ചെന്നെ ഏൽപ്പിക്കണം. നിനക്ക് 3 ദിവസം മാത്രമേ ഞാൻ സമയം തരൂ. അപ്പൊ അവനും എന്തായാലും തിരിച്ചു തന്നേക്കാം. അങ്ങനെ രഞ്ജിത്തിന്റെ തലക്ക് ചൂട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 1 ലക്ഷം അതെങ്ങനെ ഉണ്ടാക്കുക? അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ എന്നെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും, ലൈഫ് കോഞ്ഞാട്ടാവും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സാധനം വിറ്റിട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും അമ്മായിയപ്പൻ ശർമ്മ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ ഇയാൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മയക്കുറപ്പാവും ഞാൻ വിറ്റതാന്ന്. പിന്നെ ചിലപ്പോൾ ഇപ്പത്തെ പോലെ ആയിരിക്കൂല, പണ്ടാറടങ്ങാനായിട്ട് എന്താണ് ചെയ്യുക? അങ്ങനെ അവസാനം ഒരു ബുദ്ധി ഉദിക്കുകയാണ്. വേറെ നിവൃത്തിയില്ല. റീന അവളെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താലോ? അങ്ങനെ ഹീറോയിൻ റീനയ്ക്ക് മെസ്സേജ് അയച്ചിട്ട്, നീ നിന്റെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്ത് വേറൊരു പയ്യന്റെ കൂടെ റിലേഷനുള്ള കാര്യം അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അതിന്റെ പ്രൂഫ് നിന്റെ ഹസ്ബൻഡ് കാണരുതെങ്കിൽ ഒരു 1,20,000 രൂപ എനിക്ക് തന്നാ മതി. അതുകൊണ്ടപ്പോ റീന അവളും തരിച്ചു പോണ്. എന്റെ അടുത്ത് എവിടുന്ന പൈസ? അടുത്ത സീനില് നമ്മുടെ ഹീറോയിലെ നേരെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ബോസ് പറഞ്ഞില്ലേ ആ ഒരു വാട്ടർ കണക്ഷൻ കട്ടാക്കാന്. അപ്പൊ അവരോട് ഒരു ദിവസത്തേക്ക് ഒന്ന് വാട്ടർ കട്ട് ചെയ്ത് തരും. അപ്പൊ ഓഫീസർ, താൻ എന്താടാ പറയുന്നേ? കട്ട് ചെയ്യാനാ? എല്ലാരും വാട്ടർ കണക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാറ്. നിനക്ക് ഒരു ദിവസത്തേക്ക് ഈ സിറ്റിയിലെ മുഴുവൻ വെള്ളവും കട്ടണമെന്നോ? നാട്ടുകാർ എന്താ എന്നെ തല്ലിക്കൊല്ലാനുള്ള പ്ലാനാ? അപ്പത്തേവ് ഞാനൊരു നല്ല ഐഡിയ കൊണ്ട് വന്നതായിരുന്നു. എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഞാനൊരു ഹെൽപ്പ്, അതായത് കുറച്ചധികം പൈസ തരാമെന്ന് കരുതിയതാ. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമില്ലെങ്കിൽ എന്നാ ശരി, ഞാൻ പോട്ടെ. അങ്ങനെ പോകാനൊരുങ്ങുമ്പോ ഓഫീസർ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പോകാൻ അങ്ങനെ പറഞ്ഞതല്ല. 1 മിനിറ്റ് നിൽക്ക്, നമുക്കൊന്ന് സംസാരിക്കാം. നിനക്ക് എത്ര പൈസ തരാൻ പറ്റും അതൊക്കെ ഒന്ന് അറിയണല്ലോ. അങ്ങനെ ഡീലിൽ എന്തൊക്കെയോ സംസാരിച്ച ശേഷം നമ്മുടെ ദേവില്ലേ നേരെ ബോസിനെ വിളിച്ചിട്ട്, ബോസെ അയാൾ പറയുന്നത് 24 ലക്ഷം കൊടുക്കാനാ 1 ദിവസത്തേക്ക്, അത്രയും പൈസ? അപ്പൊ ബോസ്, അത് നല്ല ഡീലാ, നീ എന്തായാലും ഓക്കെ പറഞ്ഞിട്ട് പോരെ. എന്നാലും ദേവ് സാറേ, ഒരു ദിവസം രാവിലെ 9 മണി മുതലേ രാത്രി 9 മണി വരെ മാത്രമേ ഒരു കട്ടാക്കുള്ളൂ, അതിന് ഇത്രയും പൈസ? എന്നാലും ബോസ്, നിനക്ക് ഈ ബിസിനസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലായിട്ടാ. നീ എന്തായാലും ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതേ സമയത്ത് അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ റീനയും രഞ്ജിത്തും ഇല്ലേ അവരൊരു തിയേറ്ററിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. അപ്പൊ അവളും, എടാ ഇത് ജനങ്ങളൊക്കെ കൂടുന്ന സ്ഥലല്ലേ, ഇവിടെ വെച്ച് മീറ്റ് ചെയ്താലേ? എന്നാലും രഞ്ജിത്ത്, ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ കുറെ അധികം ആളുകൾ കൂടുന്നോണ്ട് ആരെയും ശ്രദ്ധിക്കൂല, അതുകൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ. അല്ല റീന, നീ എന്താ കാണണമെന്ന് പറഞ്ഞേ? അത് നിനക്കൊരാള് ബ്ലാക്ക് മെയിൽ മെസ്സേജ് അയച്ചില്ലേ, അതുപോലെ എനിക്കും ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1,20,000 കൊടുക്കണമെന്നാ പറയുന്നത്. അങ്ങനെ ആ ഒരു മെസ്സേജ് അവനെ കാണിക്കുമ്പോൾ അവനും ആ മെസ്സേജ് ആദ്യം കാണുന്ന പോലെ ഇതുപോലത്തെ മെസ്സേജ് തന്നെയാ. അതുമാത്രല്ല ഇതേ ആള് തന്നെയാ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്. നമ്മളിപ്പോ പെട്ടല്ലേ. അവളാണെങ്കിൽ ഒരു പൊട്ടത്തിയെ പോലെ അവൻ പറഞ്ഞത് കണ്ണോടിച്ച് വിശ്വസിക്കുകയും ചെയ്യാണ്. അവള് ഇനിയിപ്പോ എന്താ ചെയ്യാനാ? എങ്ങനെയെങ്കിലും പൈസ കൊടുക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. അല്ലടി, കോളേജ് ടൈമില് നീ പൈസ നല്ലോണം സേവ് ചെയ്യില്ലേ, അപ്പോ നിന്റെ കയ്യില് ഇതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാവില്ലേ, അതൊന്നും കൊടുത്താ പോരെ? നീ എന്താ അറിഞ്ഞിട്ടാ? എന്റെ കയ്യില് സേവിങ്സ് എന്ന് പറയാനേ ആകെ ഒരു 30,000 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, അതല്ലാതെ ഒരു പൈസ പോലുമില്ല. അപ്പൊ രഞ്ജിത്ത്, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഫാമിലിയിൽ അമ്മയോട് അച്ഛനോട് ചോദിച്ചു നോക്ക്. അങ്ങനെ അവളും നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട്, അമ്മേ എൻ്റെ ഹസ്ബൻഡ് ദേവ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അതിന് കുറച്ചധികം പൈസയുടെ ഷോർട്ട് ഉണ്ട്, ഒരു 90,000 രൂപ വേണം. അവരമ്മ പൈസ ഇട്ടപ്പോൾ, എന്ത് 90,000? അതായത് ഹീറോയിൻ റീനയുടെ കയ്യിൽ ഒരു 30,000 ഉണ്ടല്ലോ, അപ്പോൾ 90 കൂടെ ആകുമ്പോൾ 1,20,000 ആവും. എന്നാൽ അമ്മയാണെങ്കിൽ, നീ എന്താ പറയുന്നേ? അത്രയും പൈസ ഞങ്ങളെടുത്ത് എവിടുന്നാ? ഒരു 900 രൂപ ഉണ്ടെങ്കിൽ നിന്റെ അച്ഛനെ ട്രീറ്റ്മെന്റിന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായി, അപ്പോഴാണ് ഈ 90,000 വന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവള്, അമ്മേ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തോ
ഉണ്ടാ, ആരോടെങ്കിലും കടം വാങ്ങി തന്നാലും മതി. ഇപ്പൊ തന്നെ ഞാൻ കുറെ കടം വാങ്ങിയിട്ടുണ്ട്, ഇനി എനിക്ക് കടം വാങ്ങാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ നീ നിന്റെ അച്ഛന്റെ കിഡ്നി ഉരുട്ട് പോയിക്കോ, അത് കൊടുത്തിട്ട് എത്ര കിട്ടുക അത് നീ വാങ്ങിക്കോ. അത് കേട്ടപ്പോ പാവം വെള്ളം കുടിച്ചോണ്ടിരുന്ന അച്ഛന്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീടുവാണ്. എന്ത്, എന്റെ കിഡ്നിയോ? അയ്യോ മനുഷ്യ, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്നാല് അവളുടെ കയ്യിൽ ഒരു രൂപയില്ലല്ലോ, അവൾ ആരോട് ചോദിച്ചാലും പൈസ റെഡിയാവുന്നില്ല. ഇനിയിപ്പോ ആരോടോ ചോദിക്കുക, തന്റെ ഭർത്താവ് ദേവനോട് തന്നെ ഹെൽപ്പ് ചോദിക്കാം. അങ്ങനെ ഒരു 90,000 രൂപ ഉണ്ടെന്ന് പറയുമ്പോൾ ദേവൻ ഷോക്കായി പോണ്. എന്തിനാ എനിക്ക് ഇപ്പം അത്രയും പൈസ? അത് അച്ഛനൊരു ഓപ്പറേഷൻ ഉണ്ട്, അപ്പോൾ അതിനു മുമ്പ് ഒരു ടെസ്റ്റ് നടത്തണം, അപ്പോൾ 1,00,000 മേലെ വേണം, അതുകൊണ്ടാണ് വേറെ നിവൃത്തിയിലായിട്ടാ. അപ്പോൾ ദൈവം ആലോചിക്കുകയാണ്, ഇതുവരെയായിട്ട് തന്റെ ഭാര്യ ഒരു സഹായം ചോദിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ അതെങ്ങനെയും ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ ആ ഒരു മാസം അടക്കാനുള്ള ചില ബില്ലുകൾ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത മാസം അടക്കാൻ തീരുമാനിച്ച് അവൾ ചോദിച്ച പൈസ അവൾക്ക് അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ ഓഫീസിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ ഫ്രണ്ട് ബ്ലാക്ക് മെയിലർ എന്ന് ചോദിച്ചാൽ അവനെ കളിയാക്കുന്നുണ്ട്. എന്നാലും ദേവ്, അല്ല നീ എന്താ എന്നെ വിളിച്ചേ ബ്ലാക്ക് മെയിലർ എന്ന്? എന്റെ സ്വത്ത് ബ്ലാക്ക് മെയിലർ അല്ലേ നീ? കോപ്പേ, ഇനി ഒരു പ്രാവശ്യമെങ്കിലും ഈ വാക്ക് പുറത്തു വന്നാലേ നിന്റെ മോന്തം ഇടിച്ച് പറത്തിക്കളയും. ഈ രഹസ്യം ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അങ്ങനെ ഫ്രണ്ടിനെ വിറപ്പിച്ചിട്ട് അവിടുന്ന് പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് റീനയില്ലേ രഞ്ജിത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഒരു ബ്ലാക്ക് മെയിലർ പറഞ്ഞ പൈസയില്ലേ അത് ഞാൻ എങ്ങനെയോ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്ന് രാത്രിയാ പോകാൻ പറഞ്ഞേ, ഞാൻ ഒറ്റക്ക് പോകണ്ടേ, നീ എന്റെ കൂടെ ഒന്ന് വരുമോ? അയ്യോടെ എനിക്ക് വരാൻ പറ്റില്ല, എനിക്കൊരു അർജന്റ് പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ്. ദേഷ്യം തോന്നരുത്. കുഴപ്പമില്ല, ഞാൻ പോയിക്കോളെ, ഞാൻ എന്റെ ഫ്രണ്ടിനോട് വണ്ടി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ രഞ്ജിത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വൈഫ് ഡോലി വരികയാണ്. അവന്റെ സംസാരം കേട്ടപ്പോൾ ഇവന്റെ അടുത്ത് എന്തോ ഉടായിപ്പുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവൻ, അളിയ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാടാ, അതും പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ്. അപ്പോൾ ഡോളി, അല്ല നീ പറഞ്ഞ ബിസിനസ് എന്തായി? അപ്പൊ രഞ്ജിത്ത്, ഞാനിപ്പോ ആ ബിസിനസിന്റെ ആവശ്യം തന്നെ പോന്നെ. അപ്പോഴാണ് നമ്മുടെ ദേവിന്റെ മെസ്സേജ് വരുന്നത്. അതായത് ഓൾറെഡി ഇവൻ കൊടുത്ത പൈസന്ന് 90,000 ഭാര്യയ്ക്ക് കൊടുത്തില്ലേ, അപ്പൊ ആ ഒരു 90,000 വേണമെന്ന് പറഞ്ഞിട്ടാണ് ദേവ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ രഞ്ജിത്ത് കാലിപ്പായിട്ട്, പണ്ടാരക്കാല നിനക്ക് മതിയായില്ലല്ലേ? അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞ സ്ഥലത്ത് റീന പൈസ വെച്ചിട്ട് പോകുമ്പോൾ അവൾ കാണാതെ മറിഞ്ഞിരുന്ന് ആ ഒരു പൈസ എടുത്തിട്ട് അതിന്ന് 30,000 മാറ്റി ബാക്കി 90,000 നമ്മുടെ ദേവ് പറഞ്ഞ ആ ഒരു ഡെസ്പെൽ ഇട്ടിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ദേവിന്റെ താടി ഫ്രണ്ടില്ലേ, അവൻ കമ്പനിയിലെ പ്രഭയെ കൂട്ടിയിട്ട് ഒരു ഡേറ്റിന് വന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാനായിട്ട് കുറേ അധികം ചളി കോമഡിയൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല, അവൾക്ക് ചിരി വരുന്നില്ല. അപ്പോൾ അവനും ദേവ് ഒരിക്കൽ ദേവിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യവും വൈഫ് ചീറ്റ് ചെയ്തതും അതിനുശേഷം ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതേ കാര്യം തന്നെ ജോക്ക് പോലെ ഇവളോട് പറയാണ്. അപ്പൊ പ്രഭ, എന്ത് ജോക്കാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇപ്പൊ നീ പറഞ്ഞെന്താ, ഒരു റിലേഷൻ കണ്ടിട്ടും ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിന്നോ? ഇങ്ങനെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യോടാ? അപ്പൊ ഫ്രണ്ട്, ഇതേപോലെ തന്നെയാ ദേവനോട് ഞാൻ പറഞ്ഞേ. ദേവനോട് ഈ കോമഡി പറഞ്ഞപ്പോ ഒരിക്കലും ഇത് വർക്കൗട്ട് ആലോ എന്ന് പറഞ്ഞു. എന്നാൽ അവനാണെങ്കിൽ ഇപ്പൊ അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ വാങ്ങുന്നുണ്ടല്ലോ. അതായത് ഫ്രണ്ട് 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോധയിൽ ഉള്ള സത്യം പറഞ്ഞു പോയതാണ്. അല്ല ദേവരിക കുടിച്ചപ്പോ പറഞ്ഞോണ്ടിരുന്ന. എന്നാലും പ്രഭ, ആഹാ ഇതൊരു യഥാർത്ഥ സംഭവം അല്ലേ? സത്യം പറ, ഇത് ദേവിന്റെ ലെവലിൽ സംഭവിച്ചതാ? അപ്പോ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ വാങ്ങുന്നുണ്ടല്ലേ? എത്ര വാങ്ങിയിട്ടുള്ളേ? ഒരു 1,00,000 വാങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രഭ, ഇത് അവനോട് വളരെ സീക്രട്ട് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ കുറച്ച് കഴിച്ചുകൊണ്ട് അറിയാതെ വാങ്ങിന്ന് വന്നതാ. ഇത് ആരോടും പറയല്ലേ, ദയവ് ചെയ്ത് എനിക്ക് പണി വാങ്ങി തരല്ലേ. അടുത്ത സീനില് നമ്മുടെ ബോസും ദേവയും ബിസിനസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോസിന്റെ ടേബിളില് വൈഫിന്റെ പുതിയ ഫോട്ടോ വെച്ചത് നമ്മുടെ ദേവ് കാണാണ്. ആഹാ, ഈ ഫോട്ടോ കൊള്ളല്ലോ ബോസേ. അപ്പൊ ബോസ്, എടാ ദേവേ, ഈ ഫോട്ടോ ഇനി ആർക്കും എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്താല് അവനെ ഞാൻ കയ്യോടെ പൊക്കും. അല്ല, അതെങ്ങനെയാ ബോസ പറ്റുക? അത് അവിടെ നീ ഒരു കഴുകിനെ കാണുന്നുണ്ടോ? അതിന്റെ കണ്ണിന്റെ ഉള്ളില് ഞാനൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആര് വന്നിട്ട് ഈ ഫോട്ടോ എടുത്താലും ഉറപ്പായിട്ടും അവൻ അതിൽ പെടും. അപ്പോൾ ദേവേ, അവന് നമുക്ക് 2 പേർക്കും വേണം പഞ്ഞിക്കിടാൻ. അപ്പൊ ദേവൻ ചോദിക്കുന്നുണ്ട്, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഭാര്യയുടെ ഫോട്ടോ ഒരുത്തിന് അടിച്ചിട്ട് പോകുന്നതിന് ക്യാമറ വെക്കുന്ന ഒരാളെ കാണുന്നത്. അതും മനസ്സിൽ പറഞ്ഞിട്ട് നേരെ തന്റെ ഡെസ്കിലേക്ക് പോവാണ്. അപ്പോഴാണ് തന്റെ ഡെസ്കിൽ ഒരു ലെറ്റർ കാണുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതില് ബ്ലാക്ക് മെയിൽ എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോ ദേവിന്റെ നെഞ്ച് മറിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ ആരായിരിക്കും? ആകെ പണ്ടാരക്കാലൻ ഫ്രണ്ട് താടിയോട് മാത്രമേ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവൻ തന്നെ ആയിരിക്കും ഇപ്പൊ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇങ്ങനെ ലെറ്റർ വെച്ചേ. അങ്ങനെ നൈസായിട്ട് അവന്റെ അടുത്ത് പോയിട്ട്, അളി ഒരു കാര്യം പറയാണ്ട് ഒന്ന് വാടാ. അങ്ങനെ നേരെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടിട്ട് അവിടുന്ന് പഞ്ഞി കിടുകയാണ്. എടാ കോപ്പെ, നീ എന്നെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായോ? അപ്പൊ അവനാണെങ്കിൽ, അളിയെ ഞാനെന്തിനാടാ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. അപ്പോ നീ അല്ലെങ്കിൽ പിന്നെ ഈ കാര്യം വേറെ ആരോ അറിഞ്ഞല്ലോ, അതെങ്ങനെയാടാ? നമുക്ക് 2 ആൾക്ക് മാത്രമേ ഈ കാര്യം അറിയൂ. അപ്പൊ എന്റെ ടേബിളിൽ ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഓട്ടോ വായിൽ നിന്ന് ഈ കാര്യം വേറെ ആരും അറിഞ്ഞല്ലോ. അത് കഴിഞ്ഞ ദിവസം ഞാനും പ്രഭയും ഡേറ്റിങ്ങിന് പോയപ്പോ കുറച്ച് ഞാൻ കഴിച്ചുപോയി. അപ്പോ ആ ഒരു സ്വഭാവത്തില് അറിയാതെ പറഞ്ഞു പോതറ. അങ്ങനെ പ്രഭ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ അവളായിരിക്കും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, നിന്റെ കോപ്പ്. അങ്ങനെ നേരെ പ്രഭയെ വലിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട്, അല്ല പ്രഭ, എന്താ നിന്റെ ഉദ്ദേശം? ടേബിളിൽ എന്താന്ന് എഴുതി വെച്ചിട്ടില്ലേ? എന്നാൽ അവളാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഡ്രാമ ഇറക്കാണ്. കാലിപ്പായപ്പോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനേ നിനക്ക് എന്താ വേണ്ടേ? അത് കേട്ടപ്പോ അവള് പറയുന്നുണ്ട്, നീയൊക്കെ എന്ത് കെട്ടിയോനാടാ? കെട്ടിയ ഭാര്യയെ കൈയോടെ പിടിച്ചിട്ടും അവൾ ഒന്നും ചെയ്യാതെ അവളുടെ കാമുകന്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങുന്ന ലോകത്തിലെ ഏക വ്യക്തി അത് ദേവ നീ മാത്രമായിരിക്കും. ഈ കാര്യം ഞാൻ പുറത്ത് പറയരുതെങ്കിൽ എനിക്ക്
നിനക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് ഷെയർ വേണ്ടി വരും. ആടെ നിനക്ക് ഞാൻ തരാടെന്ന് പറഞ്ഞിട്ട് അവളെ തള്ളി താഴെയിടാണ്. അവള് തെറിച്ച് താഴെ വീണ് തലയടിച്ച് മരണപ്പെട്ടു പോവാണ്. എന്നാല് ദേവ് അങ്ങനെ ചെയ്തിട്ടില്ല. മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയതാ, ഇതെന്തായാലും വേണ്ട, പിന്നെ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. പ്രഭ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് പൈസ തരാൻ പറ്റില്ല. അപ്പൊ അവള് നീ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരെ നിന്റെ ഭാര്യയുടെ അടുത്ത് എല്ലാ കാര്യവും പറയും. അത് വേണ്ട, നിനക്ക് ഞാൻ പൈസ തരാം. അപ്പൊ അവള് 50,000 വേണം. 50 പറ്റില്ല, ഒരു 20 തരാം. ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട 30. ദേവ് ആയിക്കോട്ടെ, പക്ഷെ ഇത് അവസാനമാണ്, ഇനി ഒരു പൈസയും തരില്ല. അതും പറഞ്ഞ് അവിടുന്ന് പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡോളിയുടെ അച്ഛനും അമ്മയും രഞ്ജിത്തിന്റെ അടുത്ത് പൈസ വന്നിട്ടുണ്ട്. അച്ഛനും എവിടാ പൈസ? അപ്പോൾ അവന് കിട്ടിയ 30,000-ൽ നിന്ന് 10,000 ചെലവിന് മാറ്റിയിട്ട് 20,000 കൊടുത്തിട്ട് ഇപ്പൊ ഈ പൈസ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കി ഒരാഴ്ച കൊണ്ട് തന്നേക്കാം. അപ്പോഴാണ് രഞ്ജിത്തിന് വീണ്ടും മെസ്സേജ് വരുന്നത്. ഇപ്പോ പ്രഭ 30,000 ചോദിച്ചില്ലേ, അപ്പൊ ദേവ് അതേപോലെ 30,000 വേണമെന്ന് അവന് മെസ്സേജ് അയച്ചാണ്. അത് കണ്ടപ്പോൾ രഞ്ജിത്തിന്റെ കാലിപ്പ് കയറുന്നുണ്ട്. എന്നാൽ ഇവനിപ്പോ ഒരു ഓപ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതായത് നേരെ ഇവൻ ഹീറോയിൻ റീനയോട് 40,000 ചോദിക്കുകയാണ്. അതായത് ഹീറോ 30 ചോദിക്കുമ്പോൾ അവൻ കുറച്ച് കൂട്ടിയിട്ടാണ് ഇവളോട് ചോദിക്കുന്നത്. അപ്പോൾ റീനക്ക് ഓൾറെഡി ദേവല്ല പൈസ കൊടുത്തേ, വേറെ എവിടെ നിന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ദേവിനോട് തന്നെ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് ഒരു 40,000 കുറവുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അപ്പൊ ദേവും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാര്യപ്പിക്കാൻ നോക്കുമ്പോൾ വീണ്ടും കുടിക്കൊണ്ടിരിക്കുകയല്ലേ, ഭാര്യയല്ലേ ചോദിക്കുന്നേ, എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാനെ. അങ്ങനെ ആ മാസത്തെ ചെലവുകളും എക്സ്പെൻസും എല്ലാം അടക്കാതെ വെച്ചിട്ട് അവള് ചോദിച്ച പൈസ അവൾ കിട്ടുകൊടുക്കാണ്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ദേവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ എടുത്തിട്ട് നേരെ ഒരു ഡെസ്പിൽ വെച്ചിട്ട് പോവാണ്. അവിടുന്ന് അത് രഞ്ജിത്തും എടുത്തിട്ട് അതിന്ന് 10,000 അവന്റെ പോക്കറ്റിൽ വെച്ച് ബാക്കി 30,000 നമ്മുടെ ദേവ് പറഞ്ഞ ഡെസ്പിൽ ഇട്ടിട്ട് അവനോടൊന്ന് പോവാണ്. അങ്ങനെ ആ ഒരു 30,000 എടുത്തിട്ട് നേരെ പ്രഭയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാണ്. പിന്നെ പ്രഭ ഇത് അവസാനത്തെ പൈസയാണ്, ഇനി ഒരു നെയ്യാ പൈസ ചോദിച്ചാൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. അങ്ങനെ അവളെ ഒന്ന് വാങ്ങിച്ചിട്ട് പോവാണ്. അടുത്ത സീനില് റീനയും അതുപോലെ രഞ്ജിത്തും ഇല്ലേ, അവര് സാധാരണ കണ്ടുകൂട്ടുന്ന തിയേറ്ററിൽ വെച്ച് വീണ്ടും മീറ്റ് ചെയ്യാണ്. അവള് പറയുന്നുണ്ട്, നമുക്ക് ഇതുപോലെ ആ ബ്ലാക്ക് മെയിലർ ചോദിക്കുന്ന പോലെ ഇടക്കിടക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് ദേവിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ പൈസ തിരിച്ചേ, എപ്പോഴും അങ്ങനെയോടും ചോദിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ, ആരാ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടെത്തിയേ മതിയാവും. അവള് ചോദിക്കുന്നുണ്ട്, നമുക്ക് നേരെ പോലീസിന്റെ അടുത്ത് പോയാലോ? പോലീസിന്റെ അടുത്ത് പോയാല് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാവും. അത് തൽക്കാലം വേണ്ട, നമുക്കൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ തേടി പിടിച്ചാലോ? അങ്ങനെ നമുക്കിപ്പോ ആ ഒരു ബ്ലാക്ക് മെയിലറെ കണ്ടുപിടിക്കാനും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റും. ഐഡിയ ഓക്കെ അല്ലേ? അപ്പൊ രഞ്ജിത്തും ഓക്കെയാണ്, ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ഒന്ന് ചിന്തിക്കട്ടെ. അങ്ങനെ ഗൂഗിളിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്ററെ തേടി പിടിച്ച് അയാളോട് രഞ്ജിത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ഇനിയും അവൻ എന്നെ പൈസ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല, അപ്പോൾ അവൻ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊക്കെ ചെയ്തുതരാം, അതിനൊരു 20,000 ഫീസ് ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ഒരു 10,000, പിന്നെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് 10 തന്നാൽ മതി. അങ്ങനെ അവനും പൈസ കൊടുത്തിട്ട് എത്രയും വേഗം തന്നെ അവന് പിടിക്കാൻ നോക്കണേ. അടുത്ത സെയില് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ലെറ്റർ വാച്ച്മാൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അല്ല, ഏത് ഇൻസ്റ്റാൾമെന്റാ? എന്റെ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ സെക്യൂരിറ്റിയോട്, അല്ല ഇത് ആരാ തന്നെ? അത് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്രഭയുടെ ഇല്ലേ, അവരാ തന്നെ. അല്ലടാ, ഇപ്പോ ആ പ്രഭ എവിടെയുള്ളേ? അവരിന്ന് വന്നിട്ടില്ല. കഴിഞ്ഞ രാത്രി അവരുടെ വീട്ടില് ഭയങ്കര പാർട്ടിയായിരുന്നു. അങ്ങനെ എന്തോ വയ്യായതായതുകൊണ്ടാണ് ഇന്ന് ജോലിക്ക് വരാത്തെന്ന് പറഞ്ഞ്. അപ്പൊ ദേവിന്റെ ഉള്ളില് എന്നെ പറ്റിച്ചിട്ട് ആ പൈസ കൊണ്ട് പാർട്ടി ഉണ്ടാക്കി ദൂർത്തടിക്കല്ലേ. അങ്ങനെ നേരെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, അല്ലടാ ഈ പ്രഭയുടെ വീട് എവിടെയാ? എന്തിനാ അവളുടെ വീടൊക്കെ? അവളെ കണ്ടതിൽ വീണല്ലേ? എന്നാലും കലിപ്പായിട്ട് ദേവ്, അവളുടെ വീട് എവിടെയാടാ അത് പറ. അങ്ങനെ അവനും വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ട് ബെല്ലടിക്കുമ്പോ അവള് ഡോറിലൂടെ പുറത്താരം നോക്കിയിട്ട് ദേവാന്ന് മനസ്സിലായപ്പോ, എന്താ നിനക്ക് വേണ്ടേ? നിനക്കെന്താ വേണ്ടേ? നീ എന്താ ലെറ്റർ അയച്ചിട്ടില്ലേ? നിനക്ക് ആ പൈസ തന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇനി മേലില് എന്റെ പിന്നാലെ വരരുതെന്ന്. അതൊന്നും പറ്റില്ല, എനിക്ക് ചോദിക്കുമ്പോഴൊക്കെ പൈസ വേണം. പൈസ തന്നിട്ടില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ എല്ലാ സത്യങ്ങളും പറയും. അതിലവന് ദേഷ്യം വന്നിട്ട് അവൾ ഒറ്റ പഞ്ച് കൊടുക്കാണ്. എന്നാൽ അതിൽ തെറിച്ചു വീണിട്ട് അവളുടെ തല നിലത്തടിച്ച് അവൾ മരണപ്പെട്ടു പോണ്. എന്നാൽ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കാന്ന് ദേവ് ഒന്ന് ഓർത്ത് നോക്കിയതാണ്. പ്രഭ, എനിക്കിപ്പോ നിനക്ക് ആ പൈസ തരാൻ പറ്റില്ല, നീ ഭാര്യയോടോ ആരോടോ ആണെങ്കിലും പറഞ്ഞോ. അപ്പൊ അവളുടെ ഡ്രസ്സൊക്കെ പിടിച്ചു വലിച്ചിട്ട് അലറി വിളിക്കുകയാണ്, മര്യാദക്ക് നീ പൈസ തന്നോ, ഇല്ലെങ്കിൽ നീ എന്നെ റേപ്പ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തോന്ന് ഞാൻ കാറി കൂക്കിയിട്ട് ആളോട് പറയും. അങ്ങനെ അവൾ കാറിക്കൊണ്ടിരിക്കുമ്പോ, നീ ഒന്ന് നിർത്ത്, നിനക്ക് ഞാൻ പൈസ തരാം, പക്ഷെ ഇത് അവസാനത്തതാണേ. അങ്ങനെ ദേവ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോ അവള് പിന്നോട്ട് തിരിഞ്ഞതാ. എന്നാൽ ഒരു ബോട്ടിൽ ചവിട്ടി പോയിട്ട് അവള് തെറിച്ച് പിന്നോട്ട് പോകുമ്പോ അവിടെ ഉണ്ടായിരുന്നൊരു റാക്ക് അത് നേരെ അവളുടെ മേലെ വീഴാണ്. കുറച്ചു നേരത്തെ ദേവ് എന്ത് ചെയ്താലൊന്ന് മനസ്സിൽ കരുതിയോ അതേപോലെ തന്നെ സംഭവിക്കുകയാണ്. അല്ല, ഇതിപ്പോ എന്താ ഞാൻ മനസ്സിൽ കരുതിയ പോലെ അല്ലല്ലോ സംഭവിച്ചേ? ഇവള് മരിക്കുകയും ചെയ്തില്ലേ? ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ അങ്ങനെ തരിച്ചു നിൽക്കുമ്പോ അതേ ടൈമില് ആരോ വാതിൽ മുട്ടാണ്. ആരാ നോക്കുമ്പോ പ്രഭയുടെ അച്ഛനും അമ്മയാണ്. ചിലപ്പോ നമ്മുടെ മോള് അവൾ ഉറങ്ങിയിരിക്കും. നമ്മുടെ കയ്യിലൊരു സ്പെയർ കീ ഇല്ലേ, അത് വെച്ച് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറാം. അപ്പോഴാണ് വാതിൽ ഓൾറെഡി തുറന്നു വെച്ച് കാണുന്നേ. നമ്മുടെ ദേവ് പെട്ടെന്ന് കരുതുമ്പോ ഉള്ളില് ഹീറോ ഇല്ലേ, ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റിയിട്ട് തലയിൽ ഒരു പേപ്പർ കവറും വെച്ച് 2 കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ 2 ഓട്ടിട്ടിട്ട് നിൽക്കുകയാണ്. വന്നത് ആരാണെന്ന് മനസ്സിലാവണല്ലോ. വന്ന പ്രഭയുടെ അച്ഛനാണെങ്കിൽ ഇവനിതേതാ ഡ്രസ്സൊക്കെ അയച്ചിട്ട് അങ്ങനെ ഷോക്കായി നിൽക്കുമ്പോ നമ്മുടെ ദേവില്ലേ അവിടുന്ന് ജീവൻ കൊണ്ട് ഓടി തള്ളുന്നുണ്ട്. അപ്പോഴാണ് അച്ഛനും അമ്മയും ഉള്ളിലേക്ക് പോയി നോക്കുമ്പോ അവളുടെ മകള് മരണപ്പെട്ട് കിടക്കുന്ന കണ്ടിട്ട്
അലറി വിളിക്കുകയാണ്. അതേ സമയത്തല്ലേ ദേവ് അവിടെ ഓടിപ്പോവും ചെയ്യുന്നത്. നാട്ടുകാർ അവനെ പിടിക്കാൻ പിന്നാലെ പായുന്നുണ്ട്. എന്നാൽ ഭാഗ്യത്തിന് ദേവ് ജസ്റ്റ് എസ്കേപ്പ് ആവാണ്. അങ്ങനെ അടുത്ത ദിവസമില്ലേ ദേവ് ഒന്നും നടക്കാത്ത പോലെ ഓഫീസിലേക്ക് വരുമ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്ത പെൺകുട്ടിയല്ലേ പ്രഭ, അവളല്ലേ കഴിഞ്ഞ രാത്രി മരണപ്പെട്ടെ. അപ്പൊ പോലീസ് ടീം ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യാണ്. അങ്ങനെ അവസാനം നമ്മുടെ ദേവിനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പ്രഭയ്ക്ക് ഈ കമ്പനിയിൽ വേറെ ആരുമായിട്ട് അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉള്ളത് എനിക്കറിയില്ല, എന്നാൽ എന്റെ ഫ്രണ്ട് അവളെ ഡേറ്റിങ്ങിനൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ അവനായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഫ്രണ്ട് ആണല്ലോ നമ്മുടെ ദേവിനെ കുരുക്കപ്പെടുത്തിയത്. അപ്പൊ ഫ്രണ്ടിന് പണിയും കൊടുത്തിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് താഴെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിക്കുമ്പോൾ ദേവ് അവനോട് പറയുന്നുണ്ട്, അളിയ പ്രഭയുടെ വീട് ഞാൻ നിന്നോട് ചോദിച്ച കാര്യം അവരോട് പറയരുതേ. ഞാൻ പറയടാ അളിയ പ്ലീസറാ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊടുത്ത പൈസ ഇല്ലേ ആ പൈസ എനിക്ക് തരേണ്ടി വരും. ആയിക്കോട്ടെ തന്നേക്കാം. അങ്ങനെ അവനുള്ളിലേക്ക് പോവാണ്. ദേവിന്റെ കുരുക്ക് അഴിയുന്നു കരുതുമ്പോൾ വീണ്ടും വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുക. പോലീസ് നമ്മുടെ താടി ചോദ്യം ചെയ്യുന്നതിനുള്ളിൽ ദേവ് അവിടുന്ന് നേരെ ലേഡീസ് ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു കടയിലേക്ക് അയപ്പോവാണ്. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തിരിച്ച് വീണ്ടും ഓഫീസിൽ തന്റെ ടേബിളിലേക്ക് വരികയാണ്. അപ്പോൾ താടി ചോദ്യം ചെയ്തിട്ട് നിന്റെ കാറ് ഒന്ന് ചെക്ക് ചെയ്യണല്ലോ. അങ്ങനെ കാറ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാറിന്റെ ഡിക്കിയിലായിട്ട് അന്ന് പ്രഭ മരണപ്പെട്ട സമയത്ത് ഹീറോ ഒരു മുഖമൂടിട്ട് നിന്നില്ലേ, അതേപോലെ ഒരു കവർ വാങ്ങിയിട്ട് 2 ഓട്ടോ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു കവർ ഏതെന്ന് വെച്ചാൽ പ്രഭ തനിക്ക് ഡ്രസ്സ് വാങ്ങിയ കവറായിരുന്നു. അതിനാണ് ഹീറോ കുറച്ചു നേരത്തെ കടയിലേക്ക് ഓടിപ്പോയത്. പോലീസ് താടി അടിച്ച് പഞ്ചറാക്കിയിട്ട് നീയാണല്ലേ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്, എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ ഡ്രാമയോ പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അതേസമയത്ത് നമ്മുടെ രഞ്ജിത്ത് ഏൽപ്പിച്ച പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഇല്ലേ, അയാള് നമ്മുടെ ദേവ് സെക്കൻഡറി ആയിട്ട് വാങ്ങിയ ആ ഒരു സ്വിച്ച് ഫോണിലുള്ള നമ്പറിന്റെ ഉടമസ്ഥനായ നമ്മുടെ ദേവിന്റെ ഐഡന്റിറ്റി കണ്ടെത്തിയിട്ട് ദേവിനെ വിളിക്കുകയാണ്. അങ്ങനെ ദേവ് ചെയ്ത ബ്ലാക്ക്മെയിലിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഹീറോയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് നേരിട്ട് കാണണല്ലോ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ താടിക്ക് കണക്കിന് അടിയിട്ടിട്ട് അവസാനം ദേവിനെ കുറിച്ചുള്ള എല്ലാ സത്യവും പോലീസിനോട് പറയാണ്. അപ്പോൾ പോലീസിന് ദേവിന്റെ മേലെ സംശയമായപ്പോൾ ഇൻസ്പെക്ടർ ദേവിനെ വിളിപ്പിക്കുകയാണ്. നിന്റെ ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ വൈഫിന് ഒരു രഹസ്യ കാമുകനുണ്ടായിരുന്നെന്നും ആ കാഴ്ച നീ കണ്ടിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ നീ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ വാങ്ങിയെന്നും ആ കാര്യം പ്രഭ അറിഞ്ഞു. അങ്ങനെ അവള് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും അതിൽ ദേഷ്യം വന്നിട്ടാണ് നീ അവളെ കൊലപ്പെടുത്തുന്നാണല്ലോ. അല്ല സാറ് പറയുന്നൊന്നും സത്യമല്ല, ഇതിനൊക്കെ എന്ത് തെളിവല്ലേ? അപ്പൊ ഇൻസ്പെക്ടർ മോനെ തെളിവില്ലാത്തോണ്ടാ നീ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, എന്റെ കയ്യിൽ തെളിവ് കിട്ടും, അപ്പോൾ ഞാൻ ശരിക്ക് എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. എന്നാൽ ഇൻസ്പെക്ടർ പോയി കഴിഞ്ഞപ്പോ ദേവാണെങ്കിൽ പണി പാളിയും തോന്നിട്ടല്ലോ, ഇനി എന്താ ചെയ്യാ? അതേ സമയത്ത് നമ്മുടെ രഞ്ജിത്തില്ലേ അവൻ എങ്ങോട്ടോ പോവാൻ ഒരുങ്ങി ഇറങ്ങുമ്പോ ഭാര്യയാണെങ്കിൽ ഇങ്ങേര് ഒരു ജോലിക്കും പുറത്തേക്കൊന്നും അധികം പോവാത്തയാണല്ലോ. അല്ല നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഞാനേ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാ. ഓൾറെഡി അവന്റെ മേലെ ഭാര്യയ്ക്ക് നല്ല സംശയമുണ്ടല്ലോ, പറയുന്നത് നുണയാന്ന് ഉറപ്പായതുകൊണ്ട് അവനെ പതിയെ ഫോളോ ചെയ്യാണ്. അങ്ങനെ നേരെ രഞ്ജിത്ത് പോകുന്നത് റീനയെ മീറ്റ് ചെയ്യാൻ തിയേറ്ററിലേക്കാണ്. നീ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്ററെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഉറപ്പായിട്ടും ആ ബ്ലാക്ക് മെയിലറെ കണ്ടുപിടിച്ചു തരും. അതിനുശേഷം എന്റെ കയ്യിൽ ഗണ്ണില്ലേ, ഈ ഗണ്ണ് വെച്ച് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അതുകൊണ്ട് അവളെ ഷോക്കായിട്ട് എന്താ ഗണ്ണ് വെച്ച് കൊല്ലുന്നോ? എന്താ പോലീസിന്റെ കയ്യിൽ പിടികൊടുക്കാനാ? നീ കാരണം എന്റെ ജീവിതം തകർക്കോ? നീ വെറുതെ പേടിക്കാതെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നീ സമാധാനിക്ക്. എന്നാൽ രഞ്ജിത്തും റീനയും സംസാരിക്കുന്നത് അവന്റെ ഭാര്യ ഡോളി മറിഞ്ഞിരുന്ന് കാണുന്നുണ്ട്. അപ്പോ ഇതാണ് നിന്റെ ബിസിനസ് അല്ലേ? ഒരു പണിയെടുക്കാതെ എന്റെ ഭക്ഷണം കഴിച്ച് എന്റെ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ചിട്ട് നന്ദി കാണിക്കുന്ന നായെപ്പോലെ കൂടുണ്ടെന്ന് കരുതിയിട്ട് എന്നെ ദ്രോഹിക്കുന്നു. നീ നേരെ വീട്ടിലേക്ക് വരാൻ പോന്നെ, നിനക്ക് ഞാൻ തരാം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ദേവില്ലേ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോ കാറിന്റെ കണ്ണാടി പൊട്ടിയിട്ടുണ്ട്. ഇതെന്താ നോക്കുമ്പോഴാണ് പിന്നിലായിട്ട് നമ്മുടെ ഫ്രണ്ട് താടി നിൽക്കുന്നത്. കയ്യിലൊരു കമ്പിയുണ്ട്. പൊന്നുമോനെ നീ എന്നെ പോലീസിനിട്ട് കൊടുത്തല്ലേ, ജയില് നല്ല രസമുണ്ട്, ഇനി നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ പോവാ. അങ്ങനെ ആ കമ്പി കൊണ്ട് പിന്നാലെ വരുമ്പോ ദേവ് ജീവൻ കൊണ്ട് ഓടുകയാണ്. എടാ അളിയ ഞാൻ പറയുന്നൊന്ന് കേക്കടാ, നീ ആ കമ്പി താഴെയിട്, എന്റെ അടുത്തൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. അങ്ങനെ അവനെ സമാധാനിപ്പിച്ചിട്ട് ആ സിറ്റുവേഷനിൽ ഞാൻ നിന്നെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലീസ് ഡയറക്റ്റ് എന്നെ കൊണ്ടുപോയിരുന്നു. ഓൾറെഡി ഞാനൊരു ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, 20 കോടിയാണ് അതിന്റെ പ്രോഫിറ്റ്, അതിലെ പകുതി പൈസ ഞാൻ നിനക്ക് തരാം. എന്താ ദേവേ നീ എന്നെ പറ്റിക്കാൻ നോക്കുക? ഞാൻ പറ്റിക്കോടാ, ഉറപ്പായിട്ടും ഇത് വർക്കാവും ചെയ്യും, നിനക്ക് ആ പൈസ ഞാൻ തരും ചേടാ. അങ്ങനെ അവനെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ കാണാൻ നമ്മുടെ ദേവ് പോകുമ്പോ അയാള് എനിക്കൊരു 50,000 വേണല്ലോ. ദേവ് ഷോക്കായിട്ട് 50,000? ഡ്രാമയൊന്നും വേണ്ട, നീ ആ രഞ്ജിത്തിനെ പറ്റിച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങുന്നില്ലേ, അതിൽ നിന്ന് ഒരു 50,000 തന്നാ മതി, ഞാൻ ശരിയാക്കാം. പിന്നെ ഈ കാര്യം അവനോടോ ആരോടും പുറത്തു പറയരുത്. അടുത്ത സീനില് രഞ്ജിത്ത് റീനയെ മീറ്റ് ചെയ്തിട്ട് അവന്റെ ബംഗ്ലാവ് വീട്ടിലേക്ക് വരുമ്പോ അവിടെ ഫുൾ ഇരുട്ടാണ്. അല്ല എന്താ ഇത്? അങ്ങനെ ലേറ്റ് ഇടുമ്പോ അവന്റെ ഭാര്യയില്ലേ ഒരു കത്തി എടുത്തിട്ട് അവന്റെ പിന്നാലെ പാഞ്ഞ് അവനെ കുത്താണ്. എന്നിട്ട് ചാടി അവന്റെ മേത്ത് കയറിട്ട് നിന്നെ കൊല്ലാതെ വിടില്ലടാ. അപ്പോ അവനാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് തിരിച്ച് തന്റെ വൈഫിനെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ തള്ളി ദൂരത്ത് കിട്ടിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണില്ലേ അതെടുത്ത് അവളെ തുര ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താണ്. എന്നാൽ ഷൂട്ട് ചെയ്ത ശേഷമാണ് തന്റെ ഭാര്യ മരണപ്പെട്ട കാര്യം അവൻ അറിയുന്നേ. കുറച്ച് തിടുക്കപ്പെട്ടു തോന്നിട്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭാര്യയുടെ ബോഡി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോഴാണ് അവനൊരു മെസ്സേജ് വരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ദേവ് അയച്ചതാണ്, എനിക്ക് ഒരു 50,000 എമൗണ്ട് വേണം, എന്നാൽ രഞ്ജിത്ത് എനിക്ക് തരാൻ പറ്റില്ല. അപ്പൊ ദേവ് നിന്റെ കാമുകിയുടെ ഭർത്താവിന്റെ അടുത്ത് എല്ലാ രഹസ്യം പറയും, നീ ആരോട് വേണമെങ്കിലും
എന്ത് വേണേലും പറഞ്ഞു, എനിക്ക് പൈസ തരാൻ പറ്റില്ല. അപ്പൊ ദേവ് ആഹാ അങ്ങനെയാണോ, എന്നാൽ നിന്റെ അമ്മായപ്പനില്ലേ ശർമ്മ, അയാളോട് ഞാൻ പറഞ്ഞോളാം. അത് കേട്ടപ്പോ അവന്റെ നെഞ്ചുമുട്ട് വരയ്ക്കാണ്. വേണ്ട വേണ്ട, നീ ഇപ്പൊ ആരോടും പറയണ്ട, നിനക്ക് ഞാൻ പൈസ തരാം. ഉടനെ തന്നെ ആ ഒരു ബ്ലാക്ക് മെയിലർ പോലെ അവൻ റീനക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരു 60,000 വേണമെന്ന് പറയണേ. അപ്പോൾ അവള് നേരെ ദേവിനോട്, പിന്നെ എന്റെ അച്ഛന് ഒരു ഓപ്പറേഷൻ ഇപ്പൊ ചെയ്തേ മതിയാവും, അതിന് ഒരു 60,000 എങ്ങനെയും അറേഞ്ച് ചെയ്ത് കൊടുക്കണം, എവിടെ നിങ്ങൾ റെഡിയാക്കാൻ പറ്റുമോ? എന്നാലും ദേവ് എന്റെ അടുത്ത് ഒരു പൈസ ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല, നിനക്ക് എന്താ പറ്റുക നീ ചെയ്തോ. അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ദേവിന് സംശയമുണ്ട്. അപ്പോൾ തന്റെ അമ്മായിമ്മ വിളിച്ചിട്ട് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പൈസ വേണമെങ്കിൽ ഡയറക്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചാൽ പോരെ, എന്തിനാ വെറുതെ നിങ്ങളുടെ മകളോട് ചോദിക്കുന്നേ? പിന്നെ ഇപ്പോ അങ്കിളിന് എങ്ങനെയുണ്ട്? അങ്കിളിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണല്ലോ. കുഴപ്പമൊന്നുമില്ലാന്നോ? അല്ല എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓപ്പറേഷനോ? എന്തോ ഓപ്പറേഷൻ? ഒരു 3 വർഷം മുമ്പ് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തിട്ടില്ലായിരുന്നു, അതിനുശേഷം അങ്ങേർക്ക് ഒരു കുഴപ്പമില്ല, പയറുപോലുണ്ട്. അത് കേട്ടപ്പോഴാണ് ദേവിന് മനസ്സിലാവുന്നേ തന്റെ ഭാര്യ റീന തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നുണ പറഞ്ഞിട്ടാണ് ഇത്രയും നാളും പൈസ വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓൾറെഡി റീനയില്ലേ ആ ഒരു പൈസ റെഡിയാക്കാനായിട്ട് തന്റെ കയ്യിലുള്ള സ്വർണ്ണൊക്കെ വെക്കാനായിട്ട് ഒരു ഹോട്ടൽക്കാരി പോവാണ്. ആ ഒരു കാഴ്ച നമ്മുടെ ദേവ് കാണുന്നുണ്ട്. അങ്ങനെ ആ സ്വർണ്ണവും വിറ്റ് ആ ഒരു പൈസ വാങ്ങി നേരെ ഒരു മാളിലേക്ക് പോവാണ്. അപ്പോൾ ദേവും ആ മാളിലേക്ക് വരുന്നുണ്ട്. ഇതേ മാളിലേക്ക് തന്നെയാണ് രഞ്ജിത്തിനോട് പൈസ കൊണ്ട് വന്നിട്ട് അവിടെയുള്ള ഒരു ഡസ്റ്റ്ബിൻ ബോക്സിൽ ആ ഒരു പൈസ വെച്ചിട്ട് പോകാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ റീന അതേ സ്ഥലത്ത് ആ പൈസ കൊണ്ട് നിടുകയാണ്. അതിൽ നിന്ന് 10,000 എടുത്തിട്ട് ബാക്കി 50,000 വെച്ചിട്ട് രഞ്ജിത്തില്ലേ അവിടെ കുറച്ച് മാറിയിരിക്കുകയാണ്. ആ ഒരു ബ്ലാക്ക് മെയിലറെ ഇന്ന് ഞാൻ കൈയോട് പിടിക്കും, ഇന്ന് തന്നെ ഞാൻ അവനെ തീർക്കും ചെയ്യും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. അയാൾക്ക് ശരിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല. അയാൾ ആ ഒരു ഡസ്റ്റ്ബിനിൽ നിന്ന് എന്തോ എടുക്കാൻ നോക്കുമ്പോൾ ഇവൻ തന്നെയാണല്ലേ ഇത്രയും നാളും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഒരു പിന്നാലെ വരുമ്പോൾ അയാൾ പേടിച്ചോടുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് അവനെ ലോക്ക് ചെയ്ത് അവനെ പഞ്ഞു കിട്ടിട്ട്, എവിടെ എന്റെ പൈസ, നിന്റെ കൂടെ വേറെ ആരാളെ? എന്നാലും നോക്കുമ്പോൾ അവൻ എടുത്തിരുന്നത് ഒരു വേസ്റ്റ് കവർ മാത്രം. അപ്പൊ എന്റെ പൈസ? അങ്ങനെ തിരിച്ചോടിപ്പോയിട്ട് ആ ഒരു ഡസ്റ്റ്ബിൻ ബോക്സ് നോക്കുമ്പോൾ അതിൽ പൈസ കാണുന്നില്ല. ആ ഒരു വേസ്റ്റ് മുഴുവൻ തട്ടിയിട്ട് പൈസ തപ്പുമ്പോൾ ആ കാഴ്ചയുടെ സെക്യൂരിറ്റി അവനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം. അതായത് രഞ്ജിത്ത് അവിടെ ഉള്ളത് ദേവ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അയാൾ അങ്ങോട്ട് അയച്ചതും അയാളുടെ പിന്നാലെ രഞ്ജിത്ത് പോയപ്പോൾ ആ ഗ്യാപ്പിൽ ആ പൈസ എടുത്തിട്ട് നമ്മുടെ ദേവ് അവിടുന്ന് സ്കൂട്ടായതും അങ്ങനെ ഹെൽപ്പ് ചെയ്തതിന് അയാൾക്ക് പൈസയും കൊടുത്തിട്ടാണ് നമ്മുടെ ദേവ് പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അളിയ ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട പരിപാടി ഉണ്ടോ? ഇല്ലടാ, ഒരു പരിപാടിയില്ല. അങ്ങനെയാണെങ്കിൽ രാത്രി നമുക്കൊന്ന് മീറ്റ് ചെയ്യണം, ഞാൻ എന്റെ പ്ലാനിനെ കുറിച്ച് പറയാം. അങ്ങനെ നേരെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്ററിന് ആ പൈസയും കൊടുത്തിട്ട്, ഇനിയും നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരണം. എന്നാൽ ദേവ് എന്ത് ഹെൽപ്പാണ് ചോദിച്ചതെന്ന് മാത്രം ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് റീനയില്ലേ രഞ്ജിത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ആരാണെന്ന് ഇന്ന് നീ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ നിവർത്തിയില്ല, ഞാൻ നേരെ പോലീസിന്റെ അടുത്ത് പറയും, നീ ആരും ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കുറെ നാളായി. അതും പറഞ്ഞുള്ള ഫോൺ കട്ടിയാണ്. അതേ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റർ ഇല്ലേ രഞ്ജിത്തിനെ വിളിച്ചിട്ട്, നീ ഏൽപ്പിച്ച പോലെ ആരാണ് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങുന്നത്, അയാളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ അങ്ങേര് ആരെക്കുറിച്ചാണ് പറഞ്ഞത് മാത്രം നമ്മൾ കാണുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ദേവില്ലേ തന്റെ ഭാര്യ റീന കൊടുത്ത ആ ഒരു പൈസ രഞ്ജിത്ത് ആ ഒരു ഡെസ്പിൽ നിന്ന് എടുത്ത വിഷ്വൽസ് ഒക്കെ ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിന്റെ കളിയായിരുന്നല്ലേ, എന്റെ കുടുംബജീവിതം നശിപ്പിച്ച് എന്നെ തന്നെ ചതിച്ച് എന്റെ അടുത്ത് തന്നെ പൈസ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നല്ലേ. അങ്ങനെ മനസ്സും തകർന്ന് അവന്റെ നമ്പറും ഡിലീറ്റ് ചെയ്തളയാണ്. അതേ സമയത്ത് രഞ്ജിത്തില്ലേ വല്ലാതെ കലയോടുകൂടി ഏതൊരുത്തന്റെ വീടിന്റെ വാതിൽ തട്ടാണ്. നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് താടിയ വാതിൽ ഓർക്കുന്നേ. ഒന്നും നോക്കാതെ രഞ്ജിത്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നാളെയാണ്. അതായത് ദേവ് എന്താ ചെയ്തെന്ന് വെച്ചാല് ഇൻവെസ്റ്റിഗേറ്ററിന് ആ പൈസയും കൊടുത്തിട്ട് ഇതുവരെ രഞ്ജിത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ ഒരു വ്യക്തി തന്റെ ഫ്രണ്ടാണെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ്. എന്നാൽ രഞ്ജിത്ത് ആണെങ്കിൽ കട്ട കലിപ്പിലായിരുന്നില്ലേ, ആ ഒരു ദേഷ്യത്തില് ആ ഒരു ഫ്രണ്ട് താടിയെ തന്നെ കൊന്നു കളഞ്ഞതാണ്. അങ്ങനെ രഞ്ജിത്ത് നേരെ വീട്ടിലേക്ക് പോയിട്ട് ശരീരത്തിൽ മുഴുവൻ രക്തമാണ്. അപ്പൊ അത് കഴുകി കളയാൻ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നില്ല. അതായത് ഓൾറെഡി നമ്മുടെ ഹീറോ ദേവ് ഒരു ദിവസത്തേക്ക് വെള്ളം കെട്ടാൻ പേ ചെയ്തില്ലേ, ആ ദിവസം ഇന്നാണ്. അങ്ങനെ ആ വീട്ടിലെ എല്ലാ ടാപ്പിലും നോക്കുമ്പോഴും എവിടുന്ന് വെള്ളം വരുന്നില്ല. ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെയുമില്ല. അതേ സമയത്ത് അവന്റെ വൈഫിന്റെ അച്ഛനും അമ്മയും ഡോളിയെ കുറെ നേരം വിളിച്ചിട്ടും അവൾ ഫോൺ പിക്കാതായപ്പോൾ അവളെ കാണാൻ നേരെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് അവന്റെ ശരീരം മുഴുവൻ രക്തം കാണുന്നത്. തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചെന്ന് ഉറപ്പായപ്പോൾ അവൻ അടിച്ച് ആ റൂമിലിട്ടിട്ട് റൂം ലോക്ക് ചെയ്തിട്ട് അവരുടെ മകളെ തേടി പോവാണ്. അവനാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അലറി വിളിച്ച് വാതിൽ തുറക്കാൻ നോക്കിയിട്ടും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അടുത്ത സീനില് നമ്മുടെ ദേവില്ലേ സാധാരണ പോലെ തന്നെ കമ്പനിയിലിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുവരെ ഒരിക്കലും ഇല്ലാത്ത ഒരു മെസ്സേജ് തന്റെ ഭാര്യയുടെ അടുത്ത് വരുന്നത്. അല്ല നിങ്ങൾ എപ്പോഴാണ് വരിക, എന്തെത്ര ലേറ്റ് ആവുന്നേ? അതായത് റീന രഞ്ജിത്തിനെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തു. അവസാനം മുട്ടം പണിയും കിട്ടിയില്ലേ. തനിക്ക് ഒരു കഷ്ടം വന്നപ്പോഴൊക്കെ തന്റെ ഹസ്ബൻഡ് മാത്രമേ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ എന്നെ ചതിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തിട്ടില്ല. ജീവിതകാലം മുഴുവൻ അദ്ദേഹം മാത്രമേ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ. ഇനി മുതൽ ഒരു നല്ല ഭാര്യയായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കണം. അങ്ങനെ ദേവിന് വേണ്ടി നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ധരിച്ച് അവനെ കാത്തു
കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ദേവിലെ റീനയുടെ മെസ്സേജ് കാണുന്നത്. ഇതുവരെ ഒരു ദ്രോഹം ഒരു ചതിയും ചെയ്യാത്ത എന്നെ വഞ്ചിച്ചത് പോട്ടെ, അതിനുശേഷവും അവന്റെ കൂടെ കൂടിയിട്ട് വീണ്ടും എന്നെ പിഴിയാൻ നോക്കിയ ഇനി ഇവളും എന്റെ ലൈഫിൽ വേണ്ട. അങ്ങനെ അവളുടെ നമ്പറും ഡിലീറ്റ് ചെയ്ത് കളയാണ്. അങ്ങനെ കമ്പനിയിലെ എക്സിറ്റിലൂടെ പുറത്തേക്ക് വരികയാണ്. അതായത് തന്റെ ഭാര്യയുമായിട്ടുള്ള റിലേഷൻ തന്നെ എക്സിറ്റ് ചെയ്തിട്ടാണ് ദേവ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവസാന സീനിൽ നമ്മുടെ ബോസ് ഓൾറെഡി 25 ലക്ഷം ചെലവാക്കിയിട്ട് ഒരു ദിവസം മുഴുവൻ വെള്ളം കട്ട് ചെയ്തില്ലേ. എന്തിനാ? തന്റെ ടിഷ്യൂ പേപ്പേഴ്സ് ചെലവാവാനല്ലേ. എന്നാൽ അതേ സമയത്ത് വേറൊരു കമ്പനി ഈ വലിയ വലിയ ബോട്ടിലുകളിൽ വെള്ളം സപ്ലൈ ഇല്ലേ, അവരുടെ വെള്ളത്തിന്റെ വില കുറച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടി വിൽക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഈ വർഷത്തിലെ ഏറ്റവും ലാഭം അവരുണ്ടാക്കിയതായിട്ട് മീഡിയയിൽ പറയുമ്പോൾ അത് കണ്ട് നമ്മുടെ ബോസിന്റെ കൺട്രോൾ പോയിട്ട് കട്ടക്കാലിപ്പില് ഓഫീസിലെ ഓരോ സാധനങ്ങളും എറിഞ്ഞു പൊട്ടിക്കാണ്. അങ്ങനെ വേറെ ലെവല് സസ്പെൻസും മിസ്റ്ററിയും ട്വിസ്റ്റും ത്രില്ലിങ്ങും എല്ലാം ഈ കഥയിൽ ഒരു ലോഡ് ഉണ്ടായിരുന്നില്ലേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴല്ലേ എനിക്ക് നിങ്ങൾക്ക് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.